ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു കമ്പോണന്റ് ആയ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡൽ. ഇവിടെ എൻഡ് യൂസേഴ്സിന് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് സർവീസായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഒരു ഹോസ്റ്റ് സർവീസിൽ ഡിപ്ലോയ് ചെയ്തിരിക്കും. എന്നിട്ട് ഇത് ഇന്റർനെറ്റിലൂടെ നമുക്ക് ആക്സസിബിൾ ആണ്. പലതരത്തിലുള്ള സാസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബില്ലിംഗ് ആൻഡ് ഇൻവോക്കേഷൻ സിസ്റ്റം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻസ്, ഹെൽപ്പ് ഡെസ്ക് ആപ്ലിക്കേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് സൊല്യൂഷൻസ്, ഇവയൊക്കെ. ചില സാസ് ആപ്ലിക്കേഷൻസ് ഒന്നും കസ്റ്റമൈസബിൾ അല്ല. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് ഇല്ലേ, അതൊക്കെ പോലുള്ളവ. ഈ സാസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഓരോ ഡെവലപ്പേഴ്സിനും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു. ഇനി എന്തൊക്കെയാണ് സാസ് സർവീസ് മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. സാസ് ഇന്റർനെറ്റിലെ സോഫ്റ്റ്വെയർസിനെ അവൈലബിൾ ആക്കുന്നു. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെണ്ടേഴ്സ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമുക്കത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും. എത്ര മാസം സബ്സ്ക്രിപ്ഷൻ ചെയ്തു അതിൻ്റെ ബേസിസിലായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് ഇത് ബില്ല് ചെയ്യുന്നു ഒരു റിക്കറിങ് ബേസിസിൽ. സാസ് ആപ്ലിക്കേഷൻസ് ഒക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഇവിടെ എൻഡ് യൂസർ സൈഡിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഇത് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് അവൈലബിളും ആണ്. ഇത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗണും ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരുപാട് യൂസേഴ്സ് അവിടെ ആക്സസ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ, ഇനി കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ സർവീസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡും അപ്ഡേറ്റും ആയിക്കോളും. നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധപ്പെടേണ്ട ആവശ്യമില്ല ഈ സാസ് സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ. സാസ് ഷെയർഡ് ഡേറ്റ മോഡൽ ഓഫർ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ യൂസേഴ്സിൻ്റെയും ഫങ്ഷനാലിറ്റി ഹാർഡ് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ യൂസേഴ്സിനും ഈ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ സെയിം വേർഷൻസ് ആയിരിക്കും എല്ലാ യൂസേഴ്സും ഇവിടെ റൺ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് സാസ് ആപ്ലിക്കേഷൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ഈ സാസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കെയിലബിലിറ്റി, എഫിഷ്യൻസി, പെർഫോമൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? മോഡസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് ആണ്, എഫിഷ്യൻ്റ് യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ലൈസൻസസ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റയാണ്, പ്ലാറ്റ്ഫോം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യുന്ന പ്രൊവൈഡറാണ്, മൾട്ടി ടെനന്റ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡസ്റ്റ് സോഫ്റ്റ്വെയർ ടൂൾസ്, സാസ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റ്. അതിന് ക്ലയൻറ്റ് സൈഡിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ അത് കാരണം എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു? അവിടെ ക്ലയൻറ്റ് സൈഡിൽ കോംപ്ലക്സ് സോഫ്റ്റ്വെയർ പാക്കേജസിന് ഒരു റിക്വയർമെൻറ്റും ഇല്ല. ക്ലയൻറ്റ് സൈഡിൽ ഒരു തരത്തിലുള്ള റിസ്ക് ഓഫ് കോൺഫിഗറേഷനും ഇല്ല. ലോ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. അടുത്ത ടോപ്പിക്കാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ലൈസൻസ്. ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിന് ഒരു സിംഗിൾ ലൈസൻസ് കാണും. അതുപയോഗിച്ച് ഇപ്പോൾ വ്യത്യസ്ത ലൊക്കേഷനിൽ റൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ലൈസൻസിങ് കോസ്റ്റ് കുറയ്ക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ എന്തിൻ്റെയൊക്കെ ലൈസൻസ് വാങ്ങിക്കുവാണെങ്കിൽ അതെങ്ങനെയാണ്, ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഇപ്പം ഈ ക്ലൗഡിലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗിക്കാനുള്ള ലൈസൻസ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പലയിടത്ത് നിന്ന് പല സമയത്ത് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ സോഫ്റ്റ്വെയർസൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ലൈസൻസ് സെർവേഴ്സിൻ്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല. കാരണം ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പം അടുത്ത ടോപ്പിക്കാണ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റ. ഇവിടെ ക്ലൗഡ് ഡേറ്റ സെൻട്രലി ആണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുമ്പോൾ ക്ലൗഡ് പ്രൊവൈഡർ ഡേറ്റ സെൻട്രലി ആണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുമെങ്കിലും ചിലപ്പോൾ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡീസെൻട്രലൈസ്ഡ് മാനറിൽ സ്റ്റോർ ചെയ്യാം.
ഈ റെഡൻസിക്കും റിലയബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. പ്ലാറ്റ്ഫോം റെസ്പോൺസിബിലിറ്റീസ് മാനേജ്ഡ് ബൈ പ്രൊവൈഡേഴ്സ്. പ്ലാറ്റ്ഫോം റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള ബാക്കപ്പ്, സിസ്റ്റം മെയിൻ്റനൻസ്, സെക്യൂരിറ്റി, ഹാർഡ്വെയർ റിഫ്രഷ്, പവർ മാനേജ്മെൻറ്റ് ഇതെല്ലാം ക്ലൗഡ് പ്രൊവൈഡർ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. മൾട്ടി ടെനന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു വിർച്വൽ ഐസൊലേഷൻസിൽ. അതായത് പല ആൾക്കാർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പല റിസോഴ്സുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഓരോരുത്തരും അറിയത്തില്ല ഇന്ന ആൾക്കാർ ഇന്ന റിസോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉള്ള ഒരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആപ്ലിക്കേഷൻസിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, കോർ ഫങ്ഷനാലിറ്റി അഫക്റ്റ് ചെയ്യാതെ തന്നെ. ഇനി എന്തൊക്കെയാണ് സാസ് ആപ്ലിക്കേഷൻസിൻ്റെ ഇഷ്യൂസ് എന്ന് നോക്കാം. ബ്രൗസർ ബേസ്ഡ് റിസ്ക്, നെറ്റ്വർക്ക് ഡിപ്പെൻഡൻസ്, ലാക്ക് ഓഫ് പോർട്ടബിലിറ്റി ബിറ്റ്വീൻ സാസ് ക്ലൗഡ്സ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ബ്രൗസർ ബേസ്ഡ് റിസ്ക്? ഒരു കസ്റ്റമർ മലീഷ്യസ് ആയിട്ടുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രൗസർ ഇൻഫെക്റ്റഡ് ആകാം. അപ്പോൾ എന്നിട്ട് ആ ബ്രൗസർ ഉപയോഗിച്ച് സാസ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ അവിടെ വെച്ച് നഷ്ടപ്പെടാനോ എന്തെങ്കിലും കറപ്ഷൻസ് വരാനൊക്കെ ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മാത്രമല്ല ഒരു ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതായത് സാസ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രൗസർ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ ആ ബ്രൗസറിൽ വേറെ സ്ഥലത്തും കയറരുത്. അപ്പം വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും റിസ്ക്കും കൊണ്ട് ഈ സാസ് ആപ്ലിക്കേഷൻസിൽ കയറി നമ്മുടെ ഡേറ്റ നമ്മൾ കളയുന്ന ആ അവസ്ഥ അവിടെ ഒഴിവാക്കി കിട്ടും. അല്ലെങ്കിൽ സാസ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ വിർച്വൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള റിസ്ക് തടയാൻ വേണ്ടിയിട്ട്. നെറ്റ്വർക്ക് ഡിപ്പെൻഡൻസ് ഇവിടെ നിന്ന് പറയുമ്പം നെറ്റ്വർക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ സാസ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാത്രമല്ല അവൈലബിൾ മാത്രമല്ല ഈ നെറ്റ്വർക്ക് റിലയബിളും കൂടെ ആകണം. പക്ഷേ ഈ നെറ്റ്വർക്കിൻ്റെ റിലയബിലിറ്റി ക്ലൗഡ് പ്രൊവൈഡറിനോ കസ്റ്റമേഴ്സിനോ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് ലാക്ക് ഓഫ് പോർട്ടബിലിറ്റി ബിറ്റ്വീൻ സാസ് ക്ലൗഡ്സ്. അപ്പോൾ ഒരു സാസ് ക്ലൗഡിൽ നിന്നും വർക്ക് ലോഡ് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എളുപ്പമുള്ള വഴിയൊന്നുമല്ല. കാരണം വർക്ക് ഫ്ലോ, ബിസിനസ് ലോജിക്, യൂസർ ഇൻ്റർഫേസസ്, സപ്പോർട്ട് സ്ക്രിപ്റ്റ്സ് ഇതെല്ലാം പ്രൊവൈഡർ സ്പെസിഫിക് ആണ്. ഓപ്പൺ സാസും SOAയും. അപ്പം ഓപ്പൺ സാസ് എന്ന് നോക്കാം. ഓപ്പൺ സാസ് എന്ന് പറയുന്നത് സാസ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. ഈ സാസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സാസ് ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡേറ്റാബേസിലൊക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. നോ ലൈസൻസ് റിക്വയർഡ്, ലോ ഡിപ്ലോയ്മെൻറ്റ് കോസ്റ്റ്, ലെസ് വെണ്ടർ ലോക്ക്-ഇൻ, മോർ പോർട്ടബിൾ ആപ്ലിക്കേഷൻസ്, മോർ റോബസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സാസ് ആപ്ലിക്കേഷൻസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, പിന്നെ ഓപ്പൺ സാസ് എന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.